വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേപ്പറിലെ ലാസ്റ്റ് യൂണിറ്റ് ആയ യൂണിറ്റ് 5 ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ എഡ്യൂക്കേഷന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നത് വെച്ചാൽ ഇതിൽ ആർക്കൊക്കെ റോൾ ഉണ്ടെന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന്, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. പിന്നെ ഉള്ളതാണ് അന്താരാഷ്ട്ര സംഘടനകളായ യുനെസ്കോ, യുനിസെഫ്, UNDP, വേൾഡ് ബാങ്ക്, UNFA. ഇത്രയും ഫണ്ടിങ് സിസ്റ്റമാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, പബ്ലിക്കിന്റെ, സർക്കാരിന്റെ സഹായം, ഓക്കെ, ഫീസ്, സ്റ്റുഡന്റ് ലോൺ, എഡ്യൂക്കേഷൻ ചെസ്, അതായത് എഡ്യൂക്കേഷൻ ചെസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നികുതി, ഇൻഡസ്ട്രി ആൻഡ് എക്സ്റ്റേണൽ എയ്ഡ്സ്, അതായത് പുറത്തു നിന്നുള്ള സഹായങ്ങൾ. ഇൻ ഇന്ത്യ ദ ഗവൺമെന്റ് ഈസ് ദ പ്രൈമറി സ്പോൺസർ ഓഫ് എഡ്യൂക്കേഷൻ. ഇന്ത്യയില് ഗവൺമെന്റ് ആണ് പ്രൈമറി സോഴ്സ്, നമുക്ക് എഡ്യൂക്കേഷന് വേണ്ട പ്രൈമറി സോഴ്സ് നൽകുന്നത്. Therefore, the pattern of educational development is heavily reliant on the availability of government funding for education. അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ആവണമെങ്കിൽ നമ്മൾ അധികം ആശ്രയിക്കുന്ന ആരെയാണ്? ഗവൺമെന്റിന്റെ ഫണ്ടാണ്. ആസ് പ്രീവിയസ്ലി മെൻഷൻ, there are 3 level of education control in India. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 3 ലെവൽ കൺട്രോളിംഗ് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് സെൻട്രൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്. In educational undertaking, resource distribution system are therefore founded on a collaboration between the center and states. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം പിന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ഉള്ള ഒരു കൊളാബറേഷനിലാണ് നടന്നു പോകുന്നത്. In 1980s, however, with the emphasis of decentralization, the district is regarded as the lowest viable unit for planning, devolution of financial resource and delegation of administrative authority. അങ്ങനെ 1980-ല് ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് ഗവൺമെന്റിനെയാണ് അവര് പ്ലാനിങ്ങും ഡിവല്യൂഷനും ഫിനാൻസ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആയിട്ട് ഒരു പ്രദേശത്തിന്റെ ചുമതല അതായത് ഡിസ്ട്രിക്റ്റുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. റോൾ ഓഫ് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡീസ്. ഇപ്പൊ നമ്മൾ ഓരോന്നും നോക്കാൻ പോവാണ്. റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. Since achieving independence, the federal government has increased its expenditure on education. So, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. To assist state universities and special institutions in meeting their educational commitment, the federal government provides aid grants. So, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ സർവകലാശാലകൾക്കും പിന്നെ പ്രത്യേകം ചില പ്രത്യേക സ്ഥാപനങ്ങൾക്ക് ധനസഹായം സെൻട്രൽ ഗവൺമെന്റ് ധനസഹായം നൽകി വരുന്നുണ്ട്. പിന്നെ ചില പിന്നോക്ക സ്ഥാപനങ്ങൾക്ക് കൂടുതലായിട്ട് ധനസഹായം കൊടുത്തു വരുന്നുണ്ട്. പിന്നെ അവർക്ക് അവരുടെ ഗോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ചിലപ്പോൾ അധികം ഫണ്ടിങ് വേണ്ടി വരും. അതും കേന്ദ്ര സർക്കാർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് ഒന്നാണ്, ഇറ്റ് ഫിനാൻസസ് ദി ഏരിയാസ് ഗവൺ സെൻട്രലി ആൻഡ് പ്രൊവൈഡ് സ്കോളർഷിപ്സ് ആൻഡ് സ്റ്റൈപ്പൻഡ് ത്രൂ ന്യൂമറസ് സ്കോളർഷിപ്പ് പ്രോഗ്രാംസ്. അപ്പോൾ ഇത് കൂടാതെ സ്കോളർഷിപ്പുകളും സ്റ്റൈപ്പൻഡുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. പീരിയോഡിക്കലി ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ഗ്രോൺ. ഇതുകൊണ്ട് തന്നെ ഓരോ വിദ്യാഭ്യാസ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കോൺട്രിബ്യൂഷൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ്, ദ ഫെഡറൽ ഗവൺമെന്റ് must support the bank-reliant state in offering improved educational possibilities. അതായത് എഡ്യൂക്കേഷനിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The federal government must support state in implementing constitutional mandate that all children between ages of 6 and 16 must receive primary education. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് വെച്ചാല് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട്, അതായത് ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14, 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The government of the United States has vast financial collection resources. ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫണ്ടിങ്ങും നമുക്ക് ആവശ്യമെങ്കിൽ ലഭിക്കുന്നുണ്ട്. The central government assists the state for educational development in 3 ways. അവര്
എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ അസിസ്റ്റ് ചെയ്യുന്നത് വെച്ചാല് ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ, അതായത് NCERT, UGC, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, കേന്ദ്ര വിദ്യാലയ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അവരെന്നെ നേരിട്ട് എന്ത് ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഫെഡറൽ ഗവൺമെന്റ് സ്പോൺസേഴ്സ് പ്രോഗ്രാംസ് ദാറ്റ് ആർ എൻറ്റയർലി ഫണ്ടഡ് ബൈ ദ ഫെഡറൽ ഗവൺമെന്റ് ബട്ട് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദി സ്റ്റേറ്റ്. ചില പ്രോഗ്രാമുകൾ 100% ഫണ്ടിങ്ങും വിൽ ബി ഫ്രം സെൻട്രൽ ഗവൺമെന്റ്, പക്ഷെ അത് നടപ്പാക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് certain programs with partial funding from the federal government. ചിലത് 100%ഉം അവര് ചെലവഴിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തും. പിന്നെ ചില പദ്ധതികളാണ് എന്ത് പാർഷ്യൽ ആയിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ടിങ് ചെയ്യാറ്. നെക്സ്റ്റ് ഈസ് റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഫിനാൻസ്. ഇനി അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ. എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇസ് എ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ ബൾക്ക് ഓഫ് എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഓരോ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാല് ഓരോ സംസ്ഥാനങ്ങൾക്കുമാണ് എഡ്യൂക്കേഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. The Finance Commission transfer adequate resource at the end of each plan to each state under ഓരോ ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യും? ഇവർക്ക് ധനസഹായം നൽകുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ വെച്ചാല് ഷെയർ ഇൻ ഇൻകം ടാക്സ്, വരുമാന നികുതിന്റെ ഒരു വിഹിതം. ഷെയർ ഇൻ എക്സൈസ്, അതായത് എക്സൈസ് തിരുവ വിഹിതം, നമ്മള് അതിന്റെ എക്സൈസിന്റെ വഴി ഒരു വിഹിതം. പിന്നെ ലംസം ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതായത് സഹായധനം, പുറത്തു നിന്നുള്ള സഹായധനം. The state acknowledges private schools and other institutions that operate in conformity with predetermined rules and regulations. ഇതുവരെ രൂപീകരിച്ച റൂൾസും റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അംഗീകാരം നൽകി ധനസഹായം നൽകുന്നുണ്ട്. In addition, it supplies them with necessary aids and grants to operate effectively and efficiently. ഇത് കൂടാതെ അവർക്ക് എന്താ പറയാ, അംഗീകാരം നൽകുന്നത് മാത്രമല്ല, അവർക്ക് വേണ്ട സപ്ലൈസ്, എയ്ഡ്സും ഗ്രാൻസും ഒക്കെ, അതായത് ആ സ്ഥാപനം നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയ്ഡ്സും ഗ്രാൻസും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റീസ് ഇൻസൈഡ് ദ സ്റ്റേറ്റ് ഓൾസോ റിസീവ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്. ഇപ്പൊ സംസ്ഥാന സർവകലാശാലകൾ ഉണ്ടല്ലോ, സംസ്ഥാനത്ത് നടത്തി വരുന്ന സംസ്ഥാന സർവകലാശാലകൾക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് ധനസഹായം നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് റോൾ ഓഫ് ലോക്കൽ ബോഡീസ് ഇൻ എഡ്യൂക്കേഷണൽ ഫിനാൻസിങ്. ഇനിയാണ് നമ്മളെ മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്തിന്റെ ഒക്കെ റോൾ. ലോക്കൽ ബോഡീസ് സച്ച് ആസ് മുനിസിപ്പാലിറ്റീസ്, ബോർഡ്സ്, ഡിസ്ട്രിക്ട് ബോർഡ്സ് ആൻഡ് പഞ്ചായത്ത് ഓപ്പറേറ്റ് സ്കൂൾ ഇൻ ദെയർ റെസ്പെക്റ്റീവ് റീജിയൻ. ഓരോ ജില്ലകളും എന്ത് ചെയ്യുന്ന, അവരാണ് അവരുടെ പ്രദേശത്തുള്ള, ഇപ്പൊ നമ്മളുടെ മലപ്പുറം ജില്ല ഓർ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ദേ ആർ ഡൂയിങ് ദിയർ റെസ്പോൺസിബിലിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ എഡ്യൂക്കേഷനിൽ അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റുകളെയും അതാത് ഡിസ്ട്രിക്റ്റിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവരെ എങ്ങനെയൊക്കെയാ ചെയ്യുന്നത് വെച്ചാല് അവര് അധ്യാപകരെ നിയമിക്കും, പിന്നെ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. സ്കൂളിന് ഇതൊക്കെ എങ്ങനെ ചെയ്തു വരുന്ന വെച്ചാല് ലോക്കൽ ടാക്സിന്റെയും സ്റ്റേറ്റിന് കിട്ടുന്ന ധനസഹായം ഇവര് കറക്റ്റ് ആയിട്ട് വിനിയോഗിച്ച് ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. These local bodies have complete authority over these educational establishments. For meeting the expenditure, the school committee should receive a certain portion of the income of the local village panchayat. അതായത് പണം സമാഹരിക്കണ്ടേ, നമ്മള് എവിടുന്നാണ് പണം കണ്ടെത്തുന്നത് എന്ന് വെച്ചാല്, അതായത് വില്ലേജ് പഞ്ചായത്തിന്റെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം, പിന്നെ എ ഗ്രാന്റ് ഇൻ എയ്ഡ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വലൈസേഷൻ, പിന്നെ പുറത്തുനിന്നുള്ള സഹായധനം. ഓക്കെ, സ്റ്റേറ്റ് ഗ്രാന്റ്സ് ടു ലോക്കൽ ഗവൺമെന്റ് ഫോർ എലിമെന്ററി എഡ്യൂക്കേഷൻ ഷുഡ് ബി comprised of proportional grant, a special grant for disadvantaged areas and grant for specialized purposes. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റിന് എന്ത് കൊടുക്കുന്നുണ്ട്? സ്റ്റേറ്റ് ഗ്രാന്റ്സ് ടു ലോക്കൽ ഗവൺമെന്റ് ഫോർ എലിമെന്ററി എഡ്യൂക്കേഷൻ should be comprised for proportional grant and a special grant for disadvantaged areas and grants for specialized purposes. അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് തരും,
പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് 3 തരത്തിലുള്ള ധനസഹായം നൽകുന്നത്. ഒന്ന് പ്രൊപ്പോർഷണൽ ഗ്രാന്റ്സ് എന്ന് പറഞ്ഞാല് അവരുടെ വരുമാനത്തിന് ആസ്പദമായിട്ടുള്ള സഹായം. ഒരു ഡിസ്ട്രിക്റ്റിന് അവർക്ക് വരുമാനം കിട്ടുന്നതിൽ നിന്നുള്ള ഒരു സഹായം. പിന്നെ സ്പെഷ്യൽ ഗ്രാന്റ് ഫോർ ഡിസഡ്വാൻറ്റേജ് ഏരിയാസ്, അതായത് പിന്നോക്ക പ്രദേശങ്ങൾ ഉണ്ടാവില്ലേ, അവർക്ക് പ്രത്യേക സഹായം. പിന്നെ സ്പെഷ്യലൈസ്ഡ് പർപ്പസസ് ഗ്രാന്റ്സ്, അതായത് പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടുള്ള സഹായം. It would be beneficial to education if municipalities were required to allocate a certain percentage of their net revenue to primary education. അതായത് മുനിസിപ്പാലിറ്റികൾ അവരുടെ വരുമാനം കിട്ടുമല്ലോ, മുനിസിപ്പാലിറ്റികൾക്ക് ഒരു വരുമാനം ഉണ്ടാവില്ലേ, അതിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് എഡ്യൂക്കേഷനിൽ വലിയ സഹായം ചെയ്യും എന്നാണ് പറയുന്നത്. According to the guidelines, any funds that's designated for primary education should be eligible for granting aid. അങ്ങനെ ഈ ഗൈഡ് ലൈൻസ് പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസ എലിമെന്ററി എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ച പണം സർക്കാരിന്റെ ഗ്രാന്റിൻ, അതായത് സഹായധനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ലഭിക്കാൻ അർഹമായിരിക്കും. The access on land tax should be charged uniformly in all regions with the minimum and maximum rate established by law. അപ്പോൾ ഭൂനികുതി, ലാൻഡ് ടാക്സ് രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളും ഒരേ രീതിയിൽ വേണം ഈടാക്കാന്. മാക്സിമം ഓർ മിനിമം എന്ന നിരക്ക് അല്ലാതെ എന്താണ് എല്ലായിടത്തും ഒരേ നിരക്ക് നിയമം വഴി നിശ്ചയിക്കണം എന്നാണ് പറയുന്നത്. As with the municipalities, a portion of the village panchayats total revenue should be designated for primary education. മുനിസിപ്പാലിറ്റി പോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാവില്ലേ, നമ്മള് വില്ലേജ് പഞ്ചായത്തുകൾ ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗവും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം. സോ താങ്ക് യു.